ഡീസ് കുക്കിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പേടയാണ്. പേട എന്ന് പറയുമ്പോൾ നമ്മളിതിൽ പാലോ പാൽപ്പൊടിയോ കണ്ടൻസ്ഡ് മിൽക്കോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. വെറും 10 മിനിറ്റിനകത്ത് തന്നെ നമുക്ക് ഈ ഇൻസ്റ്റൻറ്റ് പേട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്. പക്ഷേ എന്നും പറയുന്നത് പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇൻസ്റ്റൻറ്റ് പേട ഉണ്ടാക്കാൻ നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് നെയ്യാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള നെയ്യാണ് എടുക്കേണ്ടത്. ഈ നെയ്യ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ നെയ്യിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പൗഡർ ഷുഗർ അഥവാ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ സാധാരണ പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുത്തതാണ്. ഇതൊരു ഫോർക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലൊരു വിസ്ക് ഉപയോഗിച്ചോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ പഞ്ചസാരയും നെയ്യൊക്കെ നല്ലോണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ സമയത്താണ് നമ്മൾ ഈ പേടയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, പൊട്ടുകടലയാണ്. പൊട്ടുകടല അഥവാ പൊരികടല എന്നൊക്കെ വിളിക്കും. ഇംഗ്ലീഷിൽ ഇതിനെ ഗ്രാം ദാൽ അഥവാ ബംഗാൾ ഗ്രാം ദാൽ എന്നൊക്കെ പറയും. ഇത് ഈസി ആയിട്ട് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് കടലപ്പരിപ്പല്ല, ഇത് റോസ്റ്റഡാണ്. നമ്മളിതിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുത്തതാണ്. ഇതൊരു 4 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ നിലക്കടല അഥവാ കപ്പലണ്ടി പൊടിച്ചത് കൂടിയാണ്. ഇത് ഉപ്പൊന്നും ചേർക്കാതെ റോസ്റ്റ് ചെയ്തെടുത്ത കപ്പലണ്ടി മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിലക്കടലയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പേടയ്ക്ക് ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടുന്നതാണ്. ഇനി ഇതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇതിൽ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിരുന്ന നെയ്യിൻ്റെയും പഞ്ചസാരയുടെയും ഈർപ്പം മാത്രം മതിയാവും ഇതൊന്ന് കുഴച്ചെടുക്കാൻ. അങ്ങനെ കുഴയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾക്കൊരു ഇത്തിരി നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാം. പാലോ വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് പേടയുടെ ഒരു ഷേപ്പ് കൊടുക്കാം. അതിനായി ഞാനിവിടെ കുറച്ച് മിക്സ് ഉരുട്ടിയെടുത്തതിന് ശേഷം ഉള്ളം കൈയിൽ വെച്ചൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് പരത്തിയെടുക്കാം. ഇനി അതിലേക്ക് ഗാർണിഷിനായി കുറച്ച് ബദാം ക്രഷ് ചെയ്തതും പിസ്ത ക്രഷ് ചെയ്തതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷണലാണ്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മിക്സ് കൂടി ഷേപ്പ് ചെയ്തെടുക്കാം. പെട്ടെന്ന് നമുക്ക് മധുരം കഴിക്കാൻ തോന്നിയാൽ സൂപ്പർ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണിത്. അപ്പോൾ 10 മിനിറ്റിനകത്ത് തയ്യാറാക്കാൻ പറ്റുന്ന ഈ പേട നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും കമൻസും അറിയിക്കാനും മറക്കരുത്. അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഡീസ് കുക്കിംഗ്.